അപ്പോൾ ഗായ്സ് കുറേ ആയി ഞാനൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോഴെങ്കിലും ഇത് സംസാരിക്കണം. ഞാൻ ഈ അടുത്തൊരു മെസ്സേജ് കണ്ടു. കൊച്ചി സ്കാനിങ് സെന്ററിൽ സ്കാനിങ് മെഷീൻ കേടായിട്ട് ഈ യാത്രക്കാരുടെ ലഗേജ് ഒക്കെ പെണ്ണുങ്ങളുടെയും ബാക്കിയുള്ളവരുടെയും ഒക്കെ അവരുടെ പ്രൈവസി പോലും മാനിക്കാണ്ട് ഓപ്പൺ ആയിട്ട് ചെക്ക് ചെയ്യുന്ന പരിപാടി. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. സ്കാനിങ് മെഷീൻ ഉള്ളപ്പോഴും നമ്മളോട് പെരുമാറുന്ന രീതി വളരെ മോശമായിട്ടാണ്. സ്കാൻ ചെയ്ത ലഗേജുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടിയതുകൊണ്ടായിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മുതിരുന്നത്. ഓക്കെ, പക്ഷേ ഈ ചെക്കിങ് പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും എല്ലാവരുടെയും ലഗേജും ഒരേ സ്ഥലത്ത് ഒരുമിച്ചിട്ടിട്ട് വലിച്ചു വാരി പുറത്തിട്ടിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടാതിരിക്കുമ്പോൾ ഒരു സോറി ചോദിക്കാനുള്ള മര്യാദ പോലും നിങ്ങൾ കാണിക്കുന്നില്ല. കയറുന്ന സ്ഥലത്ത് ഒരു ടിക്കറ്റ് ചെക്കിങ്, അത് കഴിഞ്ഞ് സെൻട്രലിൽ ഒരു ടിക്കറ്റ് ചെക്കിങ്, പിന്നെ ബോഡി ചെക്കിങ്, ലഗേജ് ചെക്കിങ്, അത് കഴിഞ്ഞ് ബസ്സിൽ കയറാൻ പോകുമ്പോൾ അവിടെ ബസ്സിന്റെ അവിടെ നിന്ന് ഒരു ചെക്കിങ്. ഇത്രയും ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷിപ്പിൽ കയറുന്നത്. ഞങ്ങൾ ഇത്രയും ലഗേജും കാര്യങ്ങളും ഒക്കെ കൊണ്ട് എത്ര ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ആംബുലൻസിലും വീൽ ചെയറിലും വരുന്നവർ മാത്രമാണ് രോഗികളെന്ന് വിചാരിക്കരുത്. കുറച്ച് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നടക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ഒരു പ്രശ്നമില്ലാന്ന് വിചാരിക്കരുത്. ഈ വയസ്സായ ആൾക്കാരും ബാക്കിയുള്ളവരും ഈ രോഗികളും എല്ലാം കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അതേപോലെ ഇതിനേക്കാളും ഭയങ്കരമായ അവസ്ഥയൊക്കെ അവിടെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ സ്കാനിങ് സെന്ററിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, നമ്മളോട് പെരുമാറുന്ന രീതി എന്നൊക്കെ പറഞ്ഞാല്, എടോ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്കാണ് പോകുന്നത്, നമ്മളൊരു ദ്വീപുകാരാണെങ്കിൽ കൂടി നമ്മളോട് പെരുമാറുന്ന രീതി എന്ന് പറഞ്ഞാൽ ദ്വീപുകാരെന്നല്ല, ആരോടും ഇതേപോലെ പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. എന്തോ ഒരുമാതിരി ഗുണ്ടകളെ പോലെ നമ്മൾ എവിടുന്നോ ജയിൽ മോചിതരായിട്ട് വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ബോംബിടാൻ പോവാണെന്നുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. എന്തിനാണ്? ഒന്നെങ്കിലും മേലുദ്യോഗസ്ഥര് ഇവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് യാത്രക്കാരോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ ഇവരുടെ പെരുമാറ്റം എങ്ങനെയാണ് പാസഞ്ചേഴ്സിനോട് എന്നുള്ളത് CCTV ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി മേലുദ്യോഗസ്ഥർ എടുക്കണം. കാരണം ഞങ്ങൾ ദ്വീപുകാരാണ് അനുഭവിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പോയി നിന്നാൽ ചിലരുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വളരെ മോശം അഭിപ്രായമാണ് അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ളത്. എൻ്റെ മാത്രം പ്രശ്നമല്ല, ഞങ്ങൾ ദ്വീപുകാരുടെ മൊത്തത്തിലുള്ള പ്രശ്നമാണ് ഈ സ്കാനിങ് സെന്ററിലെ ഈ ഒരു പ്രശ്നം. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു നല്ല തീരുമാനം എടുക്കണം എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഫോൺ വാങ്ങിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടാണ് അയാൾക്ക് ഫോൺ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വീഡിയോ എന്തായാലും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബൈ.